അമൽ നീരദിന് ഇഷ്ടം ഗണ്ണാണ്, ഷാനിനും ഇഷ്ടം ഗണ്ണാണ്. ബട്ട് എന്റെ ഗണ്ണിന്റെ പേര് AK-47. ബാച്ചിലർ പാർട്ടി എന്നുള്ള മൂവി റിലീസ് ആവുന്നു. ഇതിൽ ഏതാണ് ഈ സിനിമയിൽ ഇല്ലാത്തത്? മഴ, കറുത്ത കുട, ഗണ്ണ്. അങ്ങനെ നല്ലതാണ്. ഈ സിനിമയിൽ ഇല്ലാത്ത മഴയാണ്. ബാക്കി അപ്പൊ കറുത്ത കൂടെ ഇത്തവണ ഉണ്ട്. ഇല്ല, മഴ ഇല്ലാത്തത് കൊണ്ട് കറുത്ത കൂടെ ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഇവരെ കുറിച്ച് ഓരോ കഥ പറയുക. നിത്യമേനൻ എന്നെ ശരിക്കും അൻവറില് എന്നെ രക്ഷിച്ചൊരു ആക്ടറാണ്. പൃഥ്വിരാജിന്റെ സിസ്റ്റർ ആയിട്ട് ഒരാളെ കാസ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ കുറെ അധികം ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുകയും ഒരു മോസ്റ്റ്ലി ആർക്കും പൃഥ്വിരാജിന്റെ സിസ്റ്റർ ആയിട്ട് ഒരു റോള് ചെയ്യാനായിട്ട് താല്പര്യമില്ലായിരുന്നു. ആ റോള് ചെയ്ത് രക്ഷിച്ച ഒരാളാണ് നിത്യമേനൻ. വിനായകൻ എന്റെ സുഹൃത്താണ്. വിനായകൻ എനിക്ക് മഹാരാജാസ് കോളേജ് ടൈംസ് തുടങ്ങി അറിയാവുന്ന ആളാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ ലുക്സ് ഉള്ള ഒരാളാണ്. എന്റെ ഒരു സ്ഥിരം സ്റ്റിൽ ഫോട്ടോഗ്രാഫി മോഡലായിരുന്നു വിനായകൻ. അപ്പൊ വിനായകൻ ക്യാൻ ബി ഫ്രം എനിവെയർ, ലൈക്ക് ഫ്രം ഫ്രാൻസ് ടു മൊറോക്കോ ടു എനിവെയർ. പക്ഷേ ബിലോങ്സ് ടു കേരള. അൺഫോർച്ചുനേറ്റ്ലി ഹി ബിലോങ്സ് ടു കേരള. ഇതിലൊന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ക്യാമറ, സ്റ്റിൽ ക്യാമറ. സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനത്തെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു എന്നുള്ളത് എനിക്ക് ഐ കുഡ് ഷൂട്ട് വാട്ട് എവർ വിച്ച് ഐ വാണ്ടഡ് ടു. വീഡിയോഗ്രാഫർ സംബഡി മോസ്റ്റ് ഓഫ് ദ ടൈം ഈസ് ലിസണിംഗ് ടു സംബഡി. ഫോട്ടോ എടുക്കുമ്പോ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ എടുക്കാൻ ഇഷ്ടം? ഒരു മഴയുടെ ഫോട്ടോ, ഒരു പെണ്ണിന്റെ ഫോട്ടോ? ഒരു മഴയത്തൊരു പെണ്ണിന്റെ ഫോട്ടോ. അമൽ നീരദിന്റെ ഈ സിനിമയിൽ ഐറ്റം നമ്പർ ഉണ്ട് എന്ന് കേട്ടു. ഡിഫൈൻ ഐറ്റം നമ്പർ. I don't know how many item number I have in this film actually. According to Indian Cinema's Code of Conduct, എന്താണ് ഐറ്റം നമ്പർ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ആരെങ്കിലും അതൊരു സ്ത്രീയോ പുരുഷനോ ആ സിനിമയിൽ ഇല്ലാതെ ആ സിനിമയിൽ ഒരു പാട്ടിൽ മാത്രം വരുന്നതിനായിരിക്കും ഐറ്റം നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെ വെറുതെ പാട്ടിൽ മാത്രം വന്നാൽ ഐറ്റം ആകുമോ? വേഷവിധാനം? അല്ല, വേഷവിധാനം ഇപ്പൊ അഭിഷേക് ബച്ചൻ ഐറ്റം നമ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ വേഷവിധാനം എന്തുവാകാം. അടുത്തിടെ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്, മഞ്ചാടിക്കുരു പെറുക്കിയിട്ടുണ്ടോ? ഞാൻ പെറുക്കിയിട്ടില്ല. ഞാൻ വളരെ ഒരു അർബൻ ബാല്യം ഉണ്ടായിരുന്ന ഒരാളാണ്. കുട്ടിക്കാലം ഫാസിനേഷൻ. അങ്ങനെ ഒരു കുട്ടിക്കാലത്തിൽ ഞാൻ അങ്ങനെ മഞ്ചാടിക്കുരു പെറുക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ അപ്പൂപ്പനാടിയുടെ പുറകിൽ ഓടിയിട്ടില്ല. എനിക്കങ്ങനെ ഗ്രാമത്തിന്റെ നൈർമല്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന്റെ പകരം എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്? കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയിട്ടുണ്ട്. കുളത്തിലെടുത്ത് ചാടിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അതാ ഞാൻ പറഞ്ഞ ഞാൻ ഭയങ്കര ഒരു അർബൻ ബാല്യം ഉണ്ടായിരുന്നിട്ടുള്ള ഒരാളാണ്. 22 ഫീമെയിൽ കോട്ടയം, ആ കുട്ടി ചെയ്തത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. ക്ലബ് FM-ൽ ഇത് സ്റ്റാർ ജാം കണക്കിന് ഫൺ. It's AK-47. And എന്റെ കൂടെ അമൽ നീരദ്. Are you ready, sir? Ready. ക്ലബ് FM-ൽ ഇപ്പൊ ഒരു വോട്ടിംഗ് നടക്കുന്നുണ്ട്. ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ആരാണ് മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ഓഫ് 2012? ആസിഫ് അലി, ഫഹദ് ഫാസിൽ, ഷാഫി പറമ്പിൽ, വിനീത് ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ ആൻഡ് ശ്രീശാന്ത്. ഇതിൽ 2-3 പേര് എന്റെ സുഹൃത്തുക്കളാണ്. അപ്പൊ എനിക്ക് ഒരാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ല. അതേപോലെ ഞാൻ ഒരാൾക്ക് വോട്ട് ചെയ്യുന്നത് ശരിയാവില്ല. എല്ലാ ബാച്ചിലറിനും ഒരു ലവ് ഫെയിലിയർ ഉണ്ടാവും, ശരിയാണോ? എല്ലാ മനുഷ്യനും ഒരു ലവ് ഫെയിലിയർ ഉണ്ടാവും, അത് ശരിയാണ്. ഒരു ബാച്ചിലർ ഹസ്ബൻഡിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നടത്തേണ്ട പ്രായം എത്ര? 40 ആണെന്ന് തോന്നുന്നു. Why? I think that's like quite a nice age. അങ്ങനെയാണെങ്കിൽ അമൽ നീരദിന്റെ ട്രാൻസ്ഫോർമേഷൻ എപ്പോ? ഇനി 2-4 വർഷമുണ്ട്. പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സിന്റെ വർക്കിൽ തല കടത്താറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് സിനിമയെ കളിയാക്കുന്ന സിനിമകളിൽ കാണാറുണ്ട്. സത്യമാണോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്റെ താല്പര്യങ്ങൾക്ക് വിഭിന്നമായിട്ട് ഉള്ള ചില സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് കൺവിൻസ്ഡ് അല്ല. ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് അമൽ കേട്ടത് പ്രൊഡ്യൂസർ പറഞ്ഞ വാക്കാണോ അത് സ്വന്തം മനസ്സ് പറഞ്ഞ വാക്കാണോ? അല്ല, എന്റെ സ്വന്തം മനസ്സ് അത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ പ്രൊഡ്യൂസർ എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാണ്. അത് ഞാൻ പറയില്ല. അത് എന്തിനെ കുറിച്ചാണെന്ന് ഞാൻ പറയില്ല. ശരി, ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സത്യത്തിൽ ഒരു ഡയറക്ടറിന് ഒരുപാട് തലവേദന ഉണ്ടാക്കുന്നത് നായകനാണോ പ്രൊഡ്യൂസറാണോ? അത് സബ്ജക്റ്റീവ് ആണ്. പല കേസുകളിൽ രണ്ടും സംഭവിച്ചിട്ടുണ്ട്. രണ്ടും സംഭവിക്കാം. അല്ല, എന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല. രണ്ടും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ? രണ്ടും സംഭവിച്ചിട്ടുണ്ടെന്നും ഇല്ലെന്നും പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ബാച്ചിലർ പാർട്ടി പടം പിടിക്കുന്നതിന് മുമ്പ് ബാങ്കിൽ എത്ര പൂജ്യം ഉണ്ടായിരുന്നു അക്കൗണ്ടിൽ? ഇപ്പോൾ അത് എത്ര പൂജ്യമായി കുറഞ്ഞു? അല്ല, എന്റെ ബാങ്കിൽ അങ്ങനെ ഭയങ്കര പൂജ്യങ്ങളുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ആദ്യമായിട്ട് എന്റെ ബാങ്കിൽ വലിയ പൂജ്യങ്ങൾ വരികയും കുറെ ചെക്കുകൾ ഒപ്പിടേണ്ടി വരികയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. ആണോ? അതെ. കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്ന ഡയറക്ടറാണോ അമൽ നീരദ്? കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്ന ഡയറക്ടറാണെന്ന് മേടിക്കണമെന്ന് ആഗ്രഹമുള്ള ഡയറക്ടറാണ്. പക്ഷെ അത് കണക്ക് പറഞ്ഞ് കാശ് കിട്ടുന്ന ഒരു സ്ഥലമല്ല കേരളം. ഇത് ക്ലബ് FM-ൽ സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ. ലോകത്തുള്ള എല്ലാ ബാച്ചിലേഴ്സും ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയാൻ പോവാണ്. വെൽ, അമൽ നീരദ് ആസ് എ ബാച്ചിലർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പറയണം. ബാച്ചിലർ പാർട്ടി സ്പെഷ്യൽ AK-47 ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. എന്റെ കൂടെ ഉണ്ട് അമൽ നീരദ്. Here we go. സ്വന്തം ബാച്ചിലർ ലൈഫിൽ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഓപ്ഷൻ എ, ബാച്ചിലേഴ്സ് ഒരുമിച്ച് താമസിക്കുമ്പോൾ അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ചില ചെറിയ അടികളൊക്കെ ഉണ്ടാകാറൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ക്ലീൻ ചെയ്യാൻ മടിക്കുന്ന ബാച്ചിലേഴ്സ് കൂടെ താമസിച്ചിട്ടുണ്ടോ? അതും തീർച്ചയായിട്ടും ഉണ്ട്. തിയേറ്ററിൽ പോയിട്ട് സംഘം ചേർന്ന് ഏപ്പടം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അങ്ങനെ സംഘം ചേർന്നൊരു ഏപ്പടം കാണാൻ പോയിട്ടില്ല. സിമിലർ താല്പര്യമെല്ലാം
ഒന്ന് രണ്ട് പേരും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടാവാം. വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ടോ? ഉണ്ട്, എന്നെ പിടിച്ചിട്ടുമുണ്ട്. പിടിച്ചിട്ട് നോർമൽ ഫോർമാലിറ്റി ഫൈൻ. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പണ്ട് മഹാരാജാസ് കോളേജിലൊക്കെ പല സ്ട്രൈക്കുകളും ഒക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. പല സംഭവം പോലീസ് പിടിച്ചോണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും പോയിട്ടുണ്ട്. പോലീസ് ജീപ്പിൽ കയറിയിരുന്നുണ്ട്? ഉണ്ട്. എന്നിട്ട് പിടിച്ചിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ? ചെറിയ ലാത്തിക കുത്തൊക്കെ കഴിച്ചിട്ടുണ്ട്. ചിലപ്പോ അങ്ങനെ പിടിച്ചോണ്ട് പോകുന്നതിന് മുമ്പ് ലാത്തിക്ക് ചില അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യം കിട്ടിയ ലാത്തിക്കടി ഇപ്പോഴും ഓർമ്മയുണ്ടോ? നല്ല ലാത്തിക്കടി കിട്ടി കഴിഞ്ഞാൽ അത് എല്ലാ വർഷവും ചില സമയങ്ങളിൽ ഓർമ്മ വരും. ആണോ? അതെ, തണുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ലാത്തിക്കടി കിട്ടിയ കാര്യം നമുക്ക് ഓർമ്മ വരും നെക്സ്റ്റ് ഇയർ. പൈസ കടം മേടിച്ചിട്ട് കൊടുക്കാതിരുന്നിട്ടുണ്ടോ ഒരു ബാച്ചിലർ ആയിട്ട്? ഒരിക്കലും ഇല്ല. ഇങ്ങോട്ട് കടം മേടിച്ചിട്ട് തരാതിരുന്നിട്ടുണ്ടോ? ഇഷ്ടംപോലെ പ്രശ്നമുണ്ട്. പറയുന്ന പോലെ തന്നെ പൈസ നമ്മൾ എന്താണ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കടം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുമെന്ന് അധികം പ്രതീക്ഷിക്കരുത്. എസ്പെഷ്യലി ബാച്ചിലേഴ്സിന് അതങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷ അത് ഭയങ്കര മാനസിക വിഷമമായി മാറും. അപ്പൊ അത് ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. ക്യൂ നിന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഡയറക്ടർ ശേഷം നിന്നിട്ടുണ്ട്. അടുത്ത സോങ് ഇപ്പൊ ക്യൂവിൽ നിൽക്കുകയാണ്. ക്ലബ് FM-ൽ ഇത് സ്റ്റാർ ജാം. എന്റെ കൂടെ ഉണ്ട് അമൽ നീരത്. ടൺ കണക്കിന് ഫൺ. കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. എന്റെ കൂടെ ഉണ്ട് ഡയറക്ടർ അമൽ നീരത്. സ്റ്റാർ ജാം ഓൺ ക്ലബ് FM. ക്വസ്റ്റ്യൻ നമ്പർ 1. പൃഥ്വിരാജിന്റെ ബാച്ചിലർ പാർട്ടിക്ക് ഞാനും പോയിരുന്നു. ഇല്ല, അങ്ങനെ ഒരു പൃഥ്വിരാജിന്റെ ഒരു ബാച്ചിലർ പാർട്ടി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ക്ഷണം ഉണ്ടായിരുന്നില്ല. കാലിബർ വെച്ചിട്ട് അമൽ എടുക്കുന്ന സിനിമയുടെ സ്റ്റൈൽ വെച്ചിട്ടും അമൽ നീരത് ഇവിടെ ഒന്നും ജനിക്കേണ്ടവനല്ല. ഫോൾസ്. അമൽ നീരത് ഇവിടെ തന്നെ ജനിക്കേണ്ടവനാണ്. പിന്നെ ഞാൻ എടുക്കുന്ന സിനിമകൾക്ക് അത്ര ഭയങ്കര ഒരു ഷാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും തോന്നിയിട്ടുമില്ല. ബാച്ചിലർ പാർട്ടി ഫിലിം റിലീസ് ആവാൻ പോവാണ്. റിലീസായ ഉടൻ തന്നെ ഏതെങ്കിലും ഇംഗ്ലീഷ് സിനിമയുടെ പേര് ചേർത്ത് ആ സിനിമയുടെ പേര് വരും? വരില്ല. ഷുവർ. ഒരു ഇംഗ്ലീഷ് സിനിമയുടെ പേര് കേട്ട് വരില്ല. ഇംഗ്ലീഷ് അല്ല, അപ്പൊ വേറെ ഏത് ഭാഷ? അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബാച്ചിലർ പാർട്ടിയുടെ പോസ്റ്റർ കോപ്പിയാണെന്ന് ഫേസ്ബുക്കിൽ വന്നു. ഇസ് ദാറ്റ് ട്രൂ? ഇറ്റ്സ് നോട്ട്. ഇറ്റ് ഫോൾസ്. സ്റ്റുഡിയോയിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഷൂട്ട് ചെയ്തപ്പോൾ അവിടെ ഒരു അരമതിൽ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം, കുറച്ച് പേര് ആ മതിലിൽ ഇരിക്കുകയും കുറച്ച് പേര് മതിൽ ചാരി നിൽക്കുമെന്ന് പറയുന്ന ആ പോസ്റ്ററിലോട്ട് വന്നിട്ടുള്ളത്. അതുപോലത്തെ ഒരു പോസ്റ്റർ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്വാഭാവികം. ഇതിങ്ങനൊരു ആരോപണം വന്നപ്പോഴത്തേക്കും നമ്മളത് എടുത്തു കാണുകയോ ചെയ്തിരുന്നു. സാമ്യതയുണ്ടോ? അതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇതേപോലെ ഒരു മതിലും അവിടെ ഇരിക്കുന്ന ആൾക്കാരുമുണ്ട്. അത് സത്യമാണ്. എന്റെ സിനിമകളിൽ എന്റേതായ കുറെ ക്ലീഷകളുണ്ട്. ട്രൂ ഓർ ഫോൾസ്? ട്രൂ. എന്തൊക്കെയാണത്? അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഇഷ്ടമില്ലാത്തവർ ദയവ് ഇത് കാണാതിരിക്കുക. മൈ ക്വസ്റ്റ്യൻ സ്റ്റിൽ റിമെയിൻസ് ദ സെയിം. എന്താണ് ക്ലീഷകൾ? ഇഷ്ടം പോലെ. അത് ഞാൻ കേൾക്കണം. സ്ട്രേറ്റ് ഫ്രം ദ ലയൺസ് മൗത്ത്. എന്റെ സിനിമയിൽ സ്ലോ മോഷൻ ഉണ്ട്. പിന്നെ എന്താണ്, ഷാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴ കുട എന്നൊക്കെ പറയുന്നത്. പക്ഷെ മഴയും കുടയും മലയാളിക്ക് ഒരു വർഷത്തിൽ പകുതിയിൽ കൂടുതൽ സമയം വേണ്ട കാര്യങ്ങളാണ്. പക്ഷെ എന്നിട്ട് പോലും ഞാൻ ഈ സിനിമയിൽ മഴയും കൂടെയും വെച്ചിട്ടില്ല. Well, ഇത് ക്ലബ് സ്റ്റാർ ജാം ആൻഡ് ടൺ കണക്കിന് ഫൺ.